ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. അന്നപൂർണേ സദാ പൂർണേ ശങ്കര പ്രാണവല്ലഭേ. ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി മഹേശ്വരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായം അതിസുന്ദരമന്ദഹാസം. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. കരാരവിന്ദേന പദാരവിന്ദം
മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 319 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. 1 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിക്കാം. ശ്രീഹരേ നാരായണ. അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഇതി ഭാഗവത പൃഷ്ട ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും അചോത്സേഹ ഔത്കണ്ഠ്യാൽ സ്മാരിതേശ്വര. യപഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നൈച്ഛത് രചയൻ യസ്യ സപര്യം ബാലലീലയാ. സകഥം സേവയാ തസ്യ കാലേന ജരസംഗത പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തു പാദാവനുസ്മരൻ. സമുഹൂർത്തമഭൂൽ തൂഷ്ണീം കൃഷ്ണാഘ്രിസുധയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത. പുളകോൽഭിന്ന സർവാംഗോ മുഞ്ജൻ മീലദൃശാശുജ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുതഃ. ശനകൈർഭഗവല്ലോകാൽ നൃലോകം പുനരാഗത. വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉൽസ്മയൻ. ഉദ്ധവ ഉവാച. കൃഷ്ണദ്യുമണി നിമ്ലോചേ ഗീർണേഷ്വജഗരേണഃ കിം नु न കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. ദുർഭഗോ ബദലോകോയം യദവോ നിതരാമപി യേ സംവസന്തോ
ന വിദുർഹരിം മീനായിവോടുപം ഇംഗിതജ്ഞാ പുരുപ്രൗഢ ഏകാരാമാശ്ച സാത്വതാഃ സാത്വതാമൃഷഭം സർവേ ഭൂതാവാസമമം സദാ ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ചാന്യത സദാശ്രിതാഃ ഭ്രാമ്യതേ ധീർന്ന തദ്വാക്യൈഃ ആത്മന്യുക്താത്മനോഹരൗ പ്രദർശ്യാതപദ തപസാം അവിതൃപ്തദൃശാം നൃണം ആദായാന്തരധാല്യസ്തു സ്വബിംബം ലോകലോചനം യന്മർത്യലീലൗപൈകം സ്വയോഗമായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരംപദം ഭൂഷണഭൂഷണാംഗം യദ്ധർമ്മസൂനോർബദരാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്ത്യയനം ത്രിലോക കാർസ്നേന ചാദ്യേഹ ഗതം വിധാതുരർവാക്ശ്രുതൗ കൗശലമിത്യമന്യത യസ്യാനുരാഗപ്ലുതഹാസ രാസലീലാവലോകപ്രതിലബ്ധമാനാഃ വ്രജസ്ത്രീയോ ദൃഗ്ഭിരനുപ്രവൃത്തധിയോവതസ്ഥു കില കൃത്യശേഷാഃ സ്വശാന്തരൂപേഷ്വിതരൈ സ്വരൂപൈരഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംസയുക്തോ ഹ്യജോഭിജാതോ ഭഗവാൻ യഥാഗ്നി മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യദ്വസുദേവഗേഹേ മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യദ്വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാദ്വ്യവാത്സീത് യദനന്ദവീര്യ ദുനോതി ചേദസ്മരദോ മമൈതത് യദാഹ പാദാമഭിവന്ദ്യ പിത്രോ താതാംബ കംസാദുരുശങ്കിതാനാം പ്രസീദതം നോ കൃതനിഷ്കൃതീനാം. ഹരേ കൃഷ്ണ. അധ്യായം 2, തൃതീയ സ്കന്ധം, അധ്യായം 2. ശ്രീശുകൗവാച ഇതി ഭാഗവതപൃഷ്ട ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാൽ സ്മാരിതേശ്വരഃ. ഇതി ഇപ്രകാരം ക്ഷത്ര വിതുരരാൽ പ്രിയാശ്രയാം പ്രിയനെ ആശ്രയിച്ചിരിക്കുന്ന വാർത്താം വൃത്താന്തത്തെക്കുറിച്ച് പൃച്ഛിക്കപ്പെട്ട ഭാഗവത ഭഗവത് ഭക്തൻ സ്മാരിതേശ്വര സ്മരിക്കപ്പെട്ട ഈശ്വരനോടുകൂടിയവനായിട്ട് ഔത്കണ്ഠ്യാൽ വിരഹദുഃഖം നിമിത്തം പ്രതിവക്തും
മറുപടി പറയുവാൻ ആയിക്കൊണ്ട് ന ഉത്സേഹേ ശക്തനായില്ല. ശ്രീശുകമുനി അരുളി ചെയ്തു, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ചരിത്രം വിതുരർ ചോദിച്ചപ്പോൾ പ്രിയനായ ആ ഭഗവാനെ സ്മരിപ്പാൻ ഇടയായതുകൊണ്ട് ഭഗവാന്റെ വിരഹജന്യമായ ദുഃഖം ഒന്ന് പുതിയതായിട്ട് മനസ്സിലുദിച്ചപ്പോൾ തൊണ്ട ഇടർച്ചയും കണ്ണീരും പുറപ്പെട്ടതിനാൽ ഉത്തരം പറയുവാൻ സാധിക്കാതെ ഉദ്ധവർ അല്പനേരം മൗനം ദീക്ഷിച്ചു. ശ്ലോകം 2. യപ്പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നൈച്ഛദ്രജയസ്ന്യസ്യ സപര്യം ബാലലീലയാ. യപ്പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നൈച്ഛത് രചയന്യസ്യ സപര്യം ബാലലീലയാ. പഞ്ചഹായന 5 വയസ്സു പ്രായമുള്ള യാതൊരുവൻ മാത്ര മാതാവിനാൽ പ്രാതരാശായ പ്രാതർഭക്ഷണം ചെയ്യുവാനായിക്കൊണ്ട് യാചിക്കപ്പെട്ടവനായിട്ട് ബാലലീലയാ കുട്ടിക്കളി കൊണ്ട് യസ്യ യാതൊരുവന്റെ സപര്യാം പൂജയെ രചയൻ ചെയ്യുന്നവനായിട്ട് തൽ അതിനെ ഭോജനത്തെ ന ഐച്ഛൽ ഇച്ഛിച്ചില്ല, ആഗ്രഹിച്ചില്ല. ഉദ്ധവരുടെ ഭക്തി കൃത്രിമമല്ല, ജന്മസിദ്ധമാണെന്ന് വിവരിക്കുന്നു. 5 വയസ്സ് പ്രായമുള്ള ബാലനായിരുന്ന ഉദ്ധവർ കുട്ടിക്കളിയിൽ കൃഷ്ണബിംബം വെച്ചു ഉദ്ധവരുടെ ഭക്തി കൃത്രിമമല്ല, ജന്മസിദ്ധമാണെന്ന് വിവരിക്കുന്നു. 5 വയസ്സ് പ്രായമുള്ള ബാലനായിരുന്ന ഉദ്ധവർ കുട്ടിക്കളിയിൽ കൃഷ്ണബിംബം വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. പ്രാതകാലത്തെ ആഹാരത്തിനായിട്ട് അമ്മ ആ സമയത്തിൽ വിളിച്ചു. പൂജയിൽ ആസക്തനായ ആ ബാലൻ ഊണിനായി പോയില്ല. ജന്മാന്തര സംസ്കാര നിമിത്തമുണ്ടായ ആ കൃഷ്ണഭക്തി ശരീരം വളർന്നതിനെ അനുസരിച്ച് പ്രതിദിനം വർദ്ധിച്ചു വന്നതിനാൽ കൃഷ്ണ വിരഹജന്യമായ ദുഃഖം ഉദ്ധവർക്ക് അസഹ്യമായി തന്നെ ഇരുന്നു. ശ്ലോകം 3. സകഥം സേവയാ തസ്യ കാലേന ജരസംഗത പൃഷ്ടോ വാർത്തം പ്രതിബ്രൂയാത് ഭർത്തു പാദാവനുസ്മരൻ. തസ്യ അവന്റെ സേവയാ സേവ കൊണ്ട് ജരസംഗത ജരയെ പ്രാപിച്ചിരിക്കുന്ന സ അവൻ പൃഷ്ട ചോദിക്കപ്പെട്ടവനും ഭർത്തു സ്വാമിയുടെ പാദങ്ങളെ അനുസ്മരൻ ഓർക്കുന്നവനുമായിട്ട് കഥം എങ്ങനെ പ്രതിബ്രൂയാൽ മറുപടി പറയും. ആ ഭഗവാന്റെ സേവയോടുകൂടെ വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുന്ന ഉദ്ധവർ വിതുരരുടെ ചോദ്യം നിമിത്തം ഭഗവത് പാദകമലങ്ങളെ ഓർത്തപ്പോൾ ഉണ്ടായ ദുഃഖം നിമിത്തം മറുപടി പറയുവാൻ അശക്തനായതിൽ ആശ്ചര്യമില്ല. ശ്ലോകം 4. സമുഹൂർത്തം അഭൂൽത്തൂഷ്ണീം കൃഷ്ണാഘ്രിസുധയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത. സ അവൻ കൃഷ്ണാഘ്രിസുധയാ
കൃഷ്ണപാദസ്മരണം നിമിത്തമുണ്ടായ പരമാനന്ദരൂപ അമൃതത്താൽ സാധു നിർവൃത വേണ്ടവിധം ആനന്ദം അനുഭവിച്ചവനും തീവ്രേണ ഭക്തിയോഗേന ഉള്ളിൽ തട്ടിയ ശ്രീകൃഷ്ണ പ്രേമരൂപ ഭക്തിയോഗത്തിൽ നിമഗ്ന മുഴുകിയവനുമായിട്ട് മുഹൂർത്തം അല്പനേരം തൂഷ്ണീം അഭൂൽ മൗനം പൂണ്ടു. ശ്രീകൃഷ്ണ പാദധ്യാന നിമിത്തം നിശ്ചലമായ മനസ്സിൽ അനുഭവരൂപേണ വിളങ്ങിയ ആനന്ദാമൃത പ്രവാഹത്താൽ ഉത്കട പ്രേമരൂപമായ ഭക്തിയോഗത്തെ അവലംബിച്ചു അതിൽ നിമഗ്നനും നിർവൃതനുമായ ഉദ്ധവൻ കുറേ നേരം മൗനമായിരുന്നു. ശ്ലോകം 5. പുളഗോദ്ഭിന്ന സർവാംഗോ മുഞ്ജന്മീലദൃശാശുജ പൂർണാർത്ഥോല്ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുത. പുളകോദ്ഭിന്ന സർവാംഗ പുളകത്താൽ ഉദ്ഭേദിക്കപ്പെട്ട സർവ അവയവങ്ങളോടും മീലദൃശ അടഞ്ഞിരിക്കുന്ന അഥവാ അടച്ചിരിക്കുന്ന നേത്രത്തിൽ കൂടെ ശുച കണ്ണീരുകളെ മുഞ്ചൻ മോചിക്കുന്നവനും തേന അതുനിമിത്തം സ്നേഹപ്രസര സംപ്ലുത സ്നേഹത്തിന്റെ ഒഴുക്കിൽ കൂടെ ഒഴുകുന്നവനും പൂർണമായ അർത്ഥത്തോടുകൂടിയവനുമായിട്ട് ലക്ഷിത കാണപ്പെട്ടു. ആ സമാധി നിലയിൽ ഉദ്ധവരുടെ അവയവങ്ങളിൽ മുഴുവനും രോമാഞ്ചമുണ്ടായി. അർദ്ധനിമീലനം ചെയ്തിരുന്ന നേത്രങ്ങളിൽ കൂടെ ബാഷ്പധാര ഒഴുകി. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമപ്രേമ പ്രസരത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്നും കയറുവാൻ കഴിയാത്ത വിധത്തിൽ ബാഹ്യഭാവങ്ങളെ മറന്നു. ഇപ്രകാരമായിരിക്കുന്ന ഉദ്ധവരെ കണ്ടപ്പോൾ വിതുരർ അഹോ, മഹാനായ ഇദ്ദേഹത്തിന്റെ ജന്മം സഫലമായി എന്ന് വിചാരിച്ചു. ശ്ലോകം 6. ശനകേർ ഭഗവല്ലോകാൽ നിർലോകം പുനരാഗത വിമുച്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉൽസ്മയൻ. ഭഗവല്ലോകാൽ ഭഗവാന്റെ ലോകത്തിൽ നിന്ന് ശനകൈഹി മെല്ലെ മെല്ലെ നിർലോകം മനുഷ്യലോകത്തെ പുനഃ ആഗത ഉദ്ധവ പിന്നെയും ആഗതനായ ഉദ്ധവർ നേത്രേ രണ്ടു കണ്ണുകളെയും വിമൃജ്യ തുടച്ചിട്ട് ഉൽസ്മയൻ അല്പമായ മന്ദഹാസം ചെയ്തുകൊണ്ട് പ്രത്യാഹ മറുപടി പറഞ്ഞു. ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ പരമാത്മാവിനോടുകൂടെ ഏകീഭൂതനായിരുന്ന ഉദ്ധവരുടെ ആ സമാധി നില ക്രമത്തിൽ അഴിഞ്ഞ് സ്വശരീര ഭാവനയുണ്ടായപ്പോൾ കണ്ണുകളെ തുറന്നു നിറഞ്ഞിരുന്ന ബാഷ്പ കലകളെ തുടച്ചുകളഞ്ഞു. അപ്പോൾ അനുഭവമായിരുന്ന ആ സമാധി സുഖം ആലോചിച്ച് മന്ദഹാസം ചെയ്തു. പിന്നെ വിതുരരോട് മറുപടി പറയുവാൻ തുടങ്ങി. ഉദ്ധവ ഉവാച. ശ്ലോകം 7. കൃഷ്ണദ്യുമണി നിമ്ലോചേ ഗീർണേഷ്വജകരേണഃ കിന്നു നക്കുശലം ബ്രൂയാം ഗദശ്രീഷു ഗൃഹേഷ്വഹം. കൃഷ്ണദ്യുമണി നിമ്ലോചേ കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ച സമയത്തിൽ അജഗരേണ കാലനാകുന്ന മഹാസർപ്പത്താൽ ഗീർണേഷു വിഴുങ്ങപ്പെട്ടും ഗദശ്രീഷു സമൃദ്ധികൾ നശിച്ചുമിരിക്കുന്ന ഗൃഹേഷു നമ്മളുടെ ഗൃഹങ്ങളിൽ കിന്നു കുശലം എന്തൊരു സൗഖ്യത്തെ ബ്രൂയാം
ഞാൻ പറയട്ടെ. ഉദ്ധവർ പറഞ്ഞു, ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കാലസ്വരൂപനായ പെരുമ്പാമ്പിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന ഗൃഹങ്ങളിൽ വസിക്കുന്ന ബന്ധുജനങ്ങൾക്ക് ഇനി എന്തൊരു ഐശ്വര്യമാണ് അവശേഷിച്ചിട്ടുള്ളത്. ശ്രീയില്ലാത്ത അവർക്ക് എന്തൊരു സുഖമാണുള്ളത്. എന്ത് കുശലത്തെയാണ് ഞാൻ ഭവാനോട് പറയേണ്ടത്. ഇതാണ് ഉദ്ധവന്റെ വാക്കുകൾ. ശ്ലോകം 8. ദുർഭഗോ ബദലോകോയം യദവോ നിതരാമപി യേ സംവസന്തോ ന വിദുർഹരിം മീനാ ഇവോടുപം. അയം ലോക, ഈ ലോകം, ദുർഭഗ ബദ, ഭാഗ്യഹീനമായി, അതികഷ്ടം, നിതരാം അപി, ഏറ്റവും, നിതരാം അപി, ഏറ്റവും, യദവ, യദുക്കൾ, യേ, യാതൊരുത്തർ, സംവസന്ത, ഒരുമിച്ചു വസിക്കുന്നവരായിട്ടും, മീനാഹ, മത്സ്യങ്ങൾ, ഉടുപം ഇവ, ചന്ദ്രനെ എന്ന പോലെ, ഹരിം, കൃഷ്ണനെ, നവിദു, അറിഞ്ഞില്ല. ഈ ലോകവാസികളായ ജനങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് വന്നു. അതിലും വിശേഷിച്ച് ഭാഗ്യഹീനരായവർ യദുകുലത്തിൽ ജനിച്ചവർ തന്നെ. എന്തുകൊണ്ടെന്നാൽ ആ യാദവന്മാർ കൃഷ്ണനോട് ഒരുമിച്ചു വസിച്ചിട്ടും കൂടെ പാൽക്കടലിലെ മത്സ്യങ്ങൾ അവരോടൊരുമിച്ചു വസിച്ച ചന്ദ്രനെ അമൃതനിധാനമായവൻ എന്നറിയാതെ തങ്ങളെപ്പോലെ ഒരു ജലജന്തുവെന്ന് ധരിച്ചതുപോലെ കൃഷ്ണനെയും യാദവന്മാരിൽ ഒരുവനെന്നേ ധരിച്ചിരുന്നുള്ളൂ. എന്തൊരു ഭാഗ്യദോഷം. ശ്ലോകം 9. ഇംഗിതജ്ഞാപുരുപ്രൗഢ ഏകാരാമാശ്ച സാത്വതാഃ സാത്വതാമൃഷഭം സർവേ ഭൂതാവാസമമം സദ. ഇംഗിതജ്ഞാഃ, പരാഭിപ്രായം അറിയുന്നവർ, പുരുപ്രൗഢ, ഏറ്റവും പ്രൗഢതയുള്ളവർ, ഏകാരാമാഃ ഛ, ഏകത്തിൽ എപ്പോഴും രമിക്കുന്നവർ, സാത്വതാഃ, ഭക്തന്മാർ, സർവേ, എല്ലാവരും, സാത്വതാം ഋഷഭം, ഭക്തന്മാരുടെ സ്വാമിയെ, ഭൂതാവാസം, ഭൂതങ്ങളുടെ വാസസ്ഥാനഭൂതൻ എന്ന് അമംസത, വിചാരിച്ചു. പരാഭിപ്രായത്തെ അറിയുന്നവരും കാര്യകാരണങ്ങളുടെ ഉള്ളിൽ കടന്ന് പരിശോധിച്ചറിയുവാൻ പോന്നവരും ഏകമായ പരമതത്വത്തിൽ മാത്രം രമിക്കുന്നവരുമായിരുന്ന ഭക്തന്മാരെല്ലാവരും ഭക്തന്മാരുടെ പാലകനായിരുന്ന ആ ശ്രീകൃഷ്ണമൂർത്തിയെ സർവഭൂതങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന പരബ്രഹ്മം എന്നു തന്നെ വിചാരിക്കുന്നു. ശ്ലോകം 10. ദേവസ്യ മായയാ സ്പൃഷ്ട യേ ചന്യദസദാശ്രിതാഃ ഭ്രാമ്യതേ ധീർന്ന തദ്വാക്യൈഃ ആത്മന്യുക്താത്മനോ ഹരൗ. ദേവസ്യ, ദേവന്റെ, മായയാ, മായയാൽ, സ്പൃഷ്ടാഃ, സ്പർശിക്കപ്പെട്ടവരും, അന്യത് അസത്, ഇതരമായ അസത്തിനെ ആശ്രിതാഃ, ആശ്രയിച്ചവരും, ആത്മനിഹരോ, ആത്മാവായ ഹരിയിൽ, ഉപദാത്മന, ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായ ഏ, യാതൊരുത്തർ, തദ്വാക്യൈഃ, അവരുടെ വാക്കുകളാൽ, ധീഹി, ബുദ്ധി, ന ഭ്രാമ്യതേ, ഭ്രമിക്കപ്പെടുന്നില്ല. യാദവന്മാർ എന്തുകൊണ്ടാണ് അറിയാതിരുന്നതെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. സൃഷ്ടിയാദി ലീലകളാൽ ക്രീഡിക്കുന്ന ആ ഭഗവാന്റെ മായാശക്തിയാൽ വ്യാപിക്കപ്പെട്ട അന്ധക്കരണ വൃത്തിയോടുകൂടിയ ആ യാദവന്മാർ
ആത്മാവല്ലാതെ അന്യമായിരിക്കുന്ന ശരീരാദി ഭാവങ്ങളിൽ മനസ്സു വെച്ചവരായിരുന്നു. ആത്മസ്വരൂപനായ ശ്രീഹരിയിൽ തന്നെ മനസ്സുറപ്പിച്ചിരുന്ന ഭക്തന്മാരുടെ ബുദ്ധിക്ക് യാദവന്മാരുടെ വാക്കുകൾ നിമിത്തം ചലനമുണ്ടായിരുന്നില്ല. അതിനാൽ ഭഗവൻ മാഹാത്മ്യത്തെ അവരറിഞ്ഞിരുന്നു, യാദവന്മാരറിയാതെയും ഇരുന്നു. ശ്ലോകം 11. പ്രദൃശ്യാതപ്ത തപസാം അവിതൃപ്തദൃശാം നൃണാം ആദായാന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം. അതപ്ത തപസാം തപസ്സു ചെയ്യാത്തവരും അവിതൃപ്ത ദൃശാം തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടിയവരുമായ നൃണാം മനുഷ്യരുടെ മുമ്പാകെ സ്വബിംബം തന്റെ ബിംബത്തെ പ്രദർശ്യ കാട്ടിയിട്ട് ലോകലോചനം ലോകത്തിന്റെ നേത്രത്തെ ആദായ സ്വീകരിച്ചിട്ട് യഹ്തു യാതൊരുവനാകട്ടെ അന്തരധാൽ അന്തർധാനം ചെയ്തു. ഭാഗ്യത്തിന്റെ മൂലകാരണം തപസ്സാണല്ലോ. എപ്പോഴും ഭഗവാനോട് ഒരുമിച്ച് വസിപ്പാനും ആ ദിവ്യമംഗള ശരീരത്തെ കണ്ട് തൃപ്തിപ്പെടുവാനും മതിയായ തപസ്സാചരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് തന്റെ സ്വരൂപത്തെ കാട്ടിക്കൊടുത്തു. ഉടനെ തന്നെ അവരുടെ നേത്രങ്ങളെയും അപഹരിച്ചുകൊണ്ട് ആ രൂപത്തോടുകൂടെ ഭഗവാൻ മറഞ്ഞു. ശ്ലോകം 12. യന്മർത്യ ലീലൗപൈകം സ്വയോഗമായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേഃ പരംപദം ഭൂഷണഭൂഷണാംഗം. മർത്യലീലൗപൈകം മനുഷ്യലീലയ്ക്കുപകരിക്കുന്നതും സ്വയോഗമായ ബലം തന്റെ യോഗമായ ശക്തിയെ ദർശയത കാട്ടുന്നവനാൽ ഗൃഹീതം ഗ്രഹിക്കപ്പെട്ടതും സൗഭഗർദ്ധേഃ സൗന്ദര്യ സമൃദ്ധിഹേതുവായ സ്വസ്യ തനിക്കും വിസ്മാപനം ആശ്ചര്യജനകവും പരംപദം ഉത്കൃഷ്ടസ്ഥാനഭൂതവും ഭൂഷണഭൂഷണാംഗം ഭൂഷണങ്ങൾക്കും ഭൂഷണമായിരിക്കുന്ന അംഗത്തോടുകൂടിയതുമായിരിക്കുന്നു. യത് യാതൊന്ന് സ്വയോഗമായ ബലത്തെ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്തുവാൻ വിചാരിച്ച ഭഗവാൻ സ്വീകരിച്ചതായ ആ ദിവ്യവിഗ്രഹം മനുഷ്യലീലയെ അഭിനയിപ്പാൻ മതിയായ ശക്തിയുള്ളതും സൗന്ദര്യത്തിന്റെ അവധിയായിരുന്ന തനിക്കും ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായ ലോകോത്തരമായ സൗന്ദര്യം തികഞ്ഞതും ആഭരണങ്ങൾക്കും ആഭരണമായിരിക്കുന്ന അവയവങ്ങളോടുകൂടിയതും ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനവുമായിരുന്നു. ശ്ലോകം 13. യദ്ധർമ്മസൂനോർബത രാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്ത്യയനം ത്രിലോക കാസ്നേന ചാദ്യേഹഗതം വിധാതുരർവാക്സൃതൗ കൗശലമിത്യമന്യത. ധർമ്മസൂനോ ധർമ്മപുത്രരുടെ രാജസൂയേ രാജസൂയ മഹായാഗത്തിൽ ദൃക്സ്വസ്ത്യയനം കണ്ണുകൾക്ക് ആനന്ദത്തെ കൊടുക്കുന്നതായ യാതൊന്നിനെ നിരീക്ഷ്യ നന്നായി കണ്ടിട്ട് ത്രിലോക 3 ലോകം വിധാതു ബ്രഹ്മാവിന് അർവാക്സൃതവും ഇതുവരെയുള്ള സൃഷ്ടിയിലുള്ള കൗശലം സാമർഥ്യം ഇഹ ഇതിൽ കാസ്നേന പൂർണമായിട്ട് അദ്യ ഇപ്പോൾ ഗതം വന്നിട്ടുണ്ട് ഇതി അമന്യത എന്നു വിചാരിച്ചു. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ അഗ്രപൂജയെ അംഗീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ആ ദിവ്യശരീരത്തെ നോക്കിയിട്ട് നേത്രാനന്ദ ജനകമായ ഈ ശരീരത്തെ സൃഷ്ടിച്ചതിൽ
ബ്രഹ്മാവിന്റെ ഇതേവരെ അഭ്യസിച്ച സൃഷ്ടി കൗശലം മുഴുവനും കാണിച്ചിട്ടുണ്ടെന്ന് 3 ലോകത്തിൽ വസിക്കുന്നവരും വിചാരിച്ചു. ശ്ലോകം 14. യസ്യാനുരാഗപ്ലുത ഹാസരാസ ലീലാവലോക പ്രതിലബ്ധമാനാഃ പ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്തധിയോ വതസ്ഥു കില കൃത്യശേഷാഃ. യസ്യ യാതൊരുവന്റെ അനുരാഗം, സ്നേഹം, പ്ലുതം നിറഞ്ഞ, ഹാസം പുഞ്ചിരി, രാസലീല രാസക്രീഡ, അവലോകം നോട്ടം, പ്രതിലബ്ധ സിദ്ധിച്ച, മാനാഹ പൂജയോടുകൂടിയ, വ്രജസ്ത്രീയ ഗോപസ്ത്രീകൾ, ദൃഗ്ഭി നേത്രങ്ങളിൽ കൂടെ, അനുപ്രവൃത്തധിയ അനുസരിച്ച ബുദ്ധിപ്രവൃത്തികളോടുകൂടിയവർ, കൃത്യശേഷാഹ കൃത്യം ശേഷിച്ചവർ, അവതസ്തു അവസ്ഥിതി ചെയ്തു. രാസക്രീഡാ സമയത്തിൽ അനുരാഗസൂചകമായ വിലാസദൃഷ്ടി തങ്ങളെക്കുറിച്ചുണ്ടെന്നറിഞ്ഞ ഗോപസ്ത്രീകൾ ഭഗവാൻ ചെയ്തതായ ആ സൽക്കാരത്തെ പ്രാപിച്ചിട്ട് അത്യാനന്ദത്തോടുകൂടെ അവരുടെ നേത്രങ്ങളെ ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചപ്പോൾ അവരുടെ മനോവ്യാപാരം മറ്റൊന്നിലും ഇല്ലാതിരുന്നതുകൊണ്ട് അതുവരെ അവർ ചെയ്തിരുന്ന ഗൃഹകൃത്യങ്ങളെ പൂർണ്ണമാക്കാതെ ആ നിലയിൽ തന്നെ നിന്നു. ശ്ലോകം 15. സ്വശാന്തരൂപേഷ്വിതരൈ സ്വരൂപൈരഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ശജോപി ജാതോ ഭഗവൻ യഥാഗ്നി. അജ അപി ജനനമില്ലാത്തവനെങ്കിലും ഭഗവാൻ ഈശ്വരൻ അഗ്നി യഥാ അഗ്നിയെ പോലെ ഇതരൈ സ്വരൂപൈഹി ഇതരങ്ങളായ സ്വരൂപങ്ങളാൽ അഭ്യർദ്യമാനേഷു പീഡിപ്പിക്കപ്പെടുന്ന സ്വശാന്തരൂപേഷു തന്റെ ശാന്തരൂപന്മാരിൽ അനുകമ്പിതാത്മാ അനുകമ്പയുള്ള മനസ്സോടുകൂടിയവനായിട്ട് പരാവരേശ സർവേശ്വരൻ മഹദംശയുക്ത മഹത്തായ അംശത്തോടു ചേർന്നവനായിട്ട് ബലരാമസഹിതനായിട്ട് ജാത ജനിച്ചു. ജന്മാദിവികാരരഹിതനായ ഭഗവാന്റെ അവതാര പ്രയോജനത്തെ സൂചിപ്പിക്കുന്നു. കാണപ്പെടുന്ന രൂപങ്ങളെല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങൾ തന്നെ. ശാന്തങ്ങൾ, ഘോരങ്ങൾ, മൂഢങ്ങൾ എന്നീ ഭേദഭാവത്തോടുകൂടെ അസംഖ്യരൂപങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ഘോരങ്ങളായ ഭഗവത് രൂപങ്ങളെ ദുർജനങ്ങളെന്നും ശാന്തങ്ങളെ സാധുക്കളെന്നും പറഞ്ഞു വരുന്നു. ദുർജനങ്ങളുടെ ഉപദ്രവത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാധുക്കളിൽ കരുണ ഭഗവാൻ ഉണ്ടാകുമ്പോൾ അവരെ അനുഗ്രഹിപ്പാനും ഇതരന്മാരെ നിഗ്രഹിക്കുവാനുമായിട്ട് ജനനമരണഹീനനായ ഭഗവാൻ സ്വേച്ഛയാ സ്വരൂപത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ജ്ഞാനമാകുന്ന ഉപാധിയെ ജനദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. അരണിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി മഥന സമയത്തിൽ പ്രകാശിക്കുന്നത് പോലെ ഭഗവാൻ എങ്ങും നിറഞ്ഞു നിരുപാധികനായിരുന്നാലും ദുഷ്ടനിഗ്രഹം ശിഷ്ടാനുഗ്രഹം എന്ന കൃത്യം നിർവഹിപ്പാൻ ആയിട്ട് അവതരിക്കുമ്പോൾ മാത്രം സച്ചിദാനന്ദ വിഗ്രഹം മനുഷ്യദൃഷ്ടിക്ക് വിഷയമായി വരുന്നുവെന്ന് സാരം. ശ്ലോകം 16. മാം ഖേദയേത്യതജസ്യ ജന്മവിഡംബനം യദ്വാസുദേവഗേഹേ. മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യദ്വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാദ്വ്യവാത്സീത് യദനന്ദവീര്യ. വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാദ്വ്യവത്സാൽ
വ്രജേ ച വാസോരി ഭയാദിവ സ്വയം പുരാത് വ്യവാത്സീത് യദനന്തവീര്യ. വസുദേവഗേഹേ വസുദേവ ഭവനത്തിൽ അജസ്യ ജനനഹിരഹിതന്റെ ജന്മവിടംബനം ജന്മാനുകരണവും വ്രജേ ഗോകുലത്തിൽ വാസവും യൽ യാതൊന്നോ തൽ അതും അനന്തവീര്യ അനന്തമായ വീര്യമുള്ളവൻ അരിഭയാൽ ഇവ ശത്രുഭയം നിമിത്തം എന്ന പോലെ പുരാൽ രാജധാനിയിൽ നിന്ന് സ്വയം തനിയെ തന്നെ വ്യവാസിയിൽ പുറപ്പെട്ടുപോയി. യൽ യാതൊന്നോ ഏതത് ഇതും മാം ഖേദയതി എന്നെ വ്യസനിപ്പിക്കുന്നു. ജനനമരണാദി വികാരങ്ങളില്ലാത്ത ഭഗവാൻ വസുദേവ ഗൃഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ വളർന്നതും അമിത പരാക്രമശാലിയായിരിക്കെ ശത്രുഭയം അഭിനയിച്ച് മധുരാപട്ടണം വിട്ടൊഴിഞ്ഞതും ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു. 17 ദുനോതി ചേതസ്മരതോ മമൈദത്യദാഹ പാദാവഭിവന്ദ്യപിത്രോഃ താദാംബ കംസാദുരുശങ്കിതാനാം പ്രസീദതം നോകൃതനിഷ്കൃതീനാം പിത്രോഃ. മാതാവിന്റെയും പിതാവിന്റെയും പാദങ്ങളെ അഭിവാദനം ചെയ്തിട്ട് താത അംബ പിതാവേ മാതാവേ കംസനിൽ നിന്ന് ഒരു ശങ്കിതാനാം അധികം ശങ്കിച്ചവനും അകൃത നിഷ്കൃതീനാം പ്രത്യുപകാരം ചെയ്യാത്തവരുമായ ഞങ്ങളുടെ പേരിൽ പ്രസീദതം പ്രസാദിക്കണം. ഇതിയൽ ആഹ എന്നു പറഞ്ഞതു യാതൊന്നോ അത് സ്മരത ഓർക്കുന്ന മമച്ഛേദ എന്റെ മനസ്സ് ദുനോതി വ്യസനിക്കുന്നു. കംസവധം കഴിഞ്ഞ ശേഷം മാതാപിതാക്കന്മാരായ ദേവകീ വസുദേവന്മാരുടെ പാദങ്ങളെ വണങ്ങി തൊഴുതുകൊണ്ട് നിന്നിരുന്ന രാമകൃഷ്ണന്മാർ, ഹേ മാതാവേ, ഹേ പിതാവേ, കംസനെ അധികം ഭയപ്പെട്ടിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ സേവനങ്ങളെ ഒന്നും ഇതുവരെ ചെയ്യാതിരുന്ന ഞങ്ങളുടെ നേരെ നിങ്ങൾ രണ്ടുപേരും പ്രസാദിക്കണമെന്ന് പറഞ്ഞതിനെ ഓർക്കുന്ന സമയം എന്റെ ഹൃദയം തപിക്കുന്നു. ഇത്രയും ശ്ലോകങ്ങളാണ് ഇന്നത്തെ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. അടുത്ത ശ്ലോകം മുതൽ അടുത്ത പാഠഭാഗത്തിലൂടെ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സൽ.